ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ ഈ 2026 ജനുവരി 1-ാം തീയതി ദൈവം തന്ന വൻ കൃപകളെ ഓർത്ത്, ദൈവം തന്ന മഹാസ്നേഹത്തെ ഓർത്ത്, ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധ ആത്മാവ് എനിക്ക് തന്ന ആ പ്രേരണയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. നമുക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ പ്രകടമാക്കണം. എത്രയോ ആൾക്കാർക്ക് പറയും എന്നോട്, എനിക്ക് നല്ല വിശ്വാസമാണ് യേശുവിനെ, പക്ഷെ പ്രവൃത്തിയിലില്ല. അകമേ അറിയുന്നവന് പുറമേയും അറിയാം. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ 2026 ജനുവരി 1-ാം തീയതി ആഗ്രഹിക്കുന്നത്, ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ഫ്ലൈറ്റിൽ പറക്കുമെന്ന് നമ്മളൊന്ന് വിശ്വസിക്കാം. അതാർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. വിശ്വാസമുള്ളവർ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പം എൻ്റെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം, നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പ്. നീ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിനക്കൊരു ഉറപ്പും ഒരു ധൈര്യം ഉണ്ടാകണം. ആരും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നിനക്കാദ്യം ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. നിനക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പം എൻ്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് വെളിയിൽ അങ്ങ് ഫ്ലൈറ്റിലേക്ക് കറങ്ങുന്നു. കാര്യം ഇന്ത്യക്കകത്തൊക്കെ ഏകദേശമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെളിയിലേക്കൊന്ന് കറങ്ങണമെന്നൊരാഗ്രഹം. അപ്പം എൻ്റെ അകത്ത് എന്തുണ്ടാവണം? ഒരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. കാണാത്ത കാര്യത്തിലൊരു നിശ്ചയം. നമ്മുടെ മുൻപിൽ നമുക്കൊന്നുമില്ല, ശൂന്യമാണ്. പക്ഷെ നമുക്കൊരു നിശ്ചയമുണ്ടാകണം. നിശ്ചയമായും എന്നെ കർത്താവ് അവിടെ എത്തിക്കും. അതിന് ആരൊക്കെ തടസ്സം ചെയ്താലും, എത്ര വലിയ കോളിളക്കങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ ശക്തിയേറിയ കാറ്റടിച്ചാലും, നിങ്ങൾ പറയണം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ഇത് അകത്തുനിന്നുളവാകണം. ഹല്ലേലൂയ. അകത്തെ നമ്മുടെ ശരീരമാകുന്ന മൺകൂടാരത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രത്യാശ യേശു ക്രിസ്തുവിലാണെങ്കിൽ ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതെല്ലാം നിശ്ചയമാണ്. നമ്മൾ ഒരു കാര്യത്തിന് ഉറച്ച തീരുമാനത്തിലുണ്ടാകണം. 2025 കർത്താവ് എന്നെ അനുഗ്രഹിച്ചതിനേക്കാളും ഉപരിയായി 2026 ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ പുറപ്പെടും. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി ഞാൻ പുറപ്പെടും. ആ പുറപ്പെടുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, ഒരു ചിത്രമുണ്ടല്ലേ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞൊരു ആശ എന്ന് പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, ഒരു ഫ്ലൈറ്റ് യാത്ര. ആ ഫ്ലൈറ്റ് യാത്രയിൽ നമ്മുടെ ആഗ്രഹം ക്രിസ്തു ആയിരിക്കണം. ലോകവും ലോകത്തിൻ്റെ ഇമ്പത്തിൻ്റെ പിറകെ പോകരുത്. അവിടെ യേശുവിൻ്റെ സാന്നിധ്യം കിട്ടത്തില്ല, യേശുവിൻ്റെ പ്രസൻസ് അതിൽ വരത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം എന്നെ വിളിച്ച യേശു ക്രിസ്തുവിലാകണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്, എന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എന്നെ കർത്താവ് എത്തിക്കും. ഓളങ്ങൾ അടിക്കും, തിരമാലകൾ അടിക്കും, പല വേദനകൾ വരും. അതിലൊന്നും നോക്കണ്ട. നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് തക്ക സമയത്ത് ദൈവം നമ്മളെ എത്തിക്കും. പക്ഷെ നമ്മുടെ അകത്ത് വേണ്ടത് വിശ്വാസം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായി യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ കടന്നു വരുവാണെങ്കിൽ, നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഇന്ന് പ്രാർത്ഥിച്ചത്? ഈ 2025 പ്രാർത്ഥിച്ച ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേലെ കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. 2026 പ്രതീക്ഷയോടിരിക്കെ. ഈ 26 കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ. നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാകണം. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ കാൽച്ചുവട് വയ്ക്കുവാണെങ്കിൽ തീർച്ചയായും നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് തമ്പുരാൻ നിന്നെ എത്തിക്കും. ഹല്ലേലൂയ. ഓളങ്ങൾ അടിക്കാം,
തിരമാലകൾ വരും, തിരിഞ്ഞു നോക്കരുത്, ഒന്നിനെയും തിരിഞ്ഞു നോക്കരുത്. നീ നോക്കണ്ട, നിന്റെ യാത്ര എവിടെയായിരിക്കണം? യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. അപ്പം ആഗ്രഹം, നമ്മുടെ യാത്ര ആർക്ക് വേണ്ടിയാണ്? യേശുവിന് വേണ്ടി, യേശുവിനോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. ഒന്നിനും ഒരു മുട്ടം ഉണ്ടാകത്തില്ല. അവിശ്വാസമുള്ള ഹൃദയം ദൈവം കുരുടാക്കും. വിശ്വാസമുള്ള ഹൃദയത്തെ ദൈവം വളർത്തിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷം 11:23-24 നമുക്ക് വായിക്കുമ്പോഴറിയില്ലേ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് അതങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, അത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം, നിങ്ങൾക്ക് ദൈവം ചെയ്ത വാഗ്ദത്തം ഈ 2026 അത് നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തുമെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഞാൻ വായിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നിശ്ചയമായും പ്രതിഫലം തരും. ദൈവമുണ്ട്, എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ട്. എൻ്റെ പുറമേ അല്ല വസിക്കുന്നത്, എൻ്റെ അകമയാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ മൺകൂടാരത്തിലാണ് യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നത്. എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോഴേ യേശുവിൻ്റെ സാദൃശ്യത്തിലും യേശുവിൻ്റെ സ്വരൂപത്തിലുമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ പുറമേ അല്ല, എൻ്റെ അകമയാണതുള്ളത്. ഈ മൺകൂടാരത്തിലാണ് ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുന്നത്. അതുകൊണ്ട് എനിക്കും വിശ്വാസമുണ്ട്. കാര്യം, എൻ്റെ വായ ദൈവത്തിൻ്റെ വായാണെന്ന് നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറയണം. നിങ്ങൾ എന്താണ് വിശ്വാസത്തോട് ദൈവത്തോട് ചോദിക്കുന്നത്, നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് അതിനുള്ള മറുപടി തന്നിരിക്കും. അവിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ വരരുത്, വിശ്വാസത്തോടുകൂടി. ഇത്തിരി താമസിച്ചാലും എൻ്റെ ദൈവം എനിക്ക് തരും. ദൈവമുണ്ട്, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ 11 വായിക്കുമ്പോൾ, വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിൽ ശക്തി പ്രാപിച്ചു. എന്താ, സാറായ്ക്ക് ഒരു വാഗ്ദത്തം ദൈവം കൊടുക്കുകയെന്ന്, എന്താ, നിനക്ക് കുഞ്ഞിനെ തരുമെന്ന്. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് 25 വർഷമായി. പക്ഷെ അവളുടെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്താ, അവളുടെ ഞാടി ഞരമ്പുകളെല്ലാം ക്ഷയിച്ചു പോയി. പുത്രോത്പാദനത്തിനുള്ള ശക്തിയൊന്നും അവളിലില്ല. എന്നാലും ദൈവമാണ് സാറായോടൊരു വാക്കു പറഞ്ഞത്. ഹല്ലേലൂയ. സാറ വിശ്വസിച്ചതുകൊണ്ട് തക്ക സമയത്ത് 25ാമത്തെ വർഷം ദൈവം സാറായിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. ഹല്ലേലൂയ. അതിൻ്റെ താഴെ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. കാര്യം, സാറായിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നു പറയുന്നു, മറിയേ അല്ലെ, ദൂതൻ പറയുന്നതാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. ആ വാഗ്ദത്തം അവൾ വിശ്വസിച്ചു അല്ലേ, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ മറിയെ ദൈവം തെരഞ്ഞെടുത്ത, അവൾക്ക് കൃപ ലഭിച്ചതാണ്. ഇന്ന് ഓരോ ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്ന് ആ മറിയയിലൂടെ വന്ന കൃപ ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മേലെ വന്നിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന വാഗ്ദത്തം നിങ്ങളുടെ മേലെ നിറവേറാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. പക്ഷെ ഒരിക്കലും
ദൈവം ചെയ്ത വാഗ്ദത്തം നിറവേറുന്നത് വരെ ക്ഷമയോട് കാത്തിരിക്കണം. ഇവിടെ അന്യരും പരദേശികളാണ്. തീർച്ചയായും നിങ്ങൾ അന്യരുമല്ല, പരദേശികളല്ല. ദൈവത്തിൻ്റെ മക്കളും സ്വന്തം മക്കളും കണിലെ കൃഷ്ണമണിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതികളാണ് നിങ്ങൾ. പുഴുവല്ല, തുരുമ്പല്ല, ദാസനല്ല, അടിമയല്ല, പരദേശിയല്ല, അന്യരല്ല. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്നുള്ള വിശ്വാസമുള്ളവർക്ക് തീർച്ചയായും പ്രാർത്ഥിച്ച വിഷയത്തിന് തമ്പുരാൻ ഇന്ന് നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിൻ്റെ നായകൻ്റെ അടുക്കലാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു ഊമ വിഗ്രഹത്തിൻ്റെ അടുത്തല്ല നമ്മൾ വന്നത്. ചലിക്കാത്തൊരു വിഗ്രഹത്തിൻ്റെ അടുക്കൽ വന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു യേശുവാണ്. ആ യേശുവിൻ്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. ഏതാവശ്യമാണ് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ആ വിഷയത്തിന് ദൈവം നമുക്ക് മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. എപ്പോഴും പറയുന്നത് വേറൊരു വാക്ക് കേൾക്കാം. 11 വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നത് നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റതുപോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അല്ലേ? 25 വർഷം കഴിഞ്ഞിട്ട് അബ്രഹാമിന് ഇസഹാക്കിനെ കൊടുക്കേനെ. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറയാം, എനിക്ക് യാഗമർപ്പിക്കാൻ മോറിയ മലയിൽ പോകണമെന്ന്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുമോ ദൈവത്തിന് വേണ്ടി? ഇത്രയും വർഷം കാത്തിരുന്നൊന്നും തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം വീണ്ടും ഒരു പരീക്ഷയിൽ വന്ന് പറയുന്നത്. ഒരു പരീക്ഷയിൽ അകപ്പെട്ടു പോയി അബ്രഹാം. എന്താണ് പറയുന്നത്? നിന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടി യാഗമർപ്പിക്കണം, മോറിയ മലയിൽ പോകണം. പക്ഷേ അബ്രഹാമിനൊരു വിശ്വാസമുണ്ടായിരുന്നു. തന്നത് ദൈവമാണെങ്കിൽ തീർച്ചയായും അത് നിലനിൽക്കും. ഒരിക്കലും ദൈവം എടുത്തു മാറ്റുന്നതല്ല. തന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നിലനിൽക്കും. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് സാറാ മാതാവിനോട്, അമ്മയോട് പോലും, അല്ലെങ്കിൽ ആ ഭാര്യയോട് പോലും, നമ്മൾ അമ്മ എന്ന് പറയാം, അബ്രഹാം പിതാവ് ഭാര്യയോട് പോലും ചോദിക്കാതെ ഇസഹാക്കിനെ മോറിയ മലയിലേക്ക് യാഗമർപ്പിക്കാൻ കൊണ്ടുപോകുകയാണ്. എന്തെല്ലാം കരുതി? വിറക്, തീ, കത്തി, വേണ്ടതെല്ലാം കരുതി, അല്ലേ? അവനറിയാം ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെയോ കരുതിയിട്ടുണ്ട്, തക്ക സമയത്ത് അതെൻ്റെ കയ്യിൽ എത്തിക്കുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ അകത്തും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകണം ദൈവത്തിൽ. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ മാത്രമായിരിക്കണം. നമ്മുടെ ഏത് ആവശ്യങ്ങളും നമ്മുടെ അരുമനാഥൻ നമുക്ക് ചെയ്തു തരും. 2025 കിട്ടിയില്ല, ആ ദൈവത്തെ വിട്ടു പോകരുത്. അതിലും ശ്രേഷ്ഠമായത്, അതിലും മാന്യമായത് തരുവാനാണ് ഈ 2026 നിങ്ങളെ കൊണ്ടുവന്നത് ദൈവം. ഇത് നമ്മുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. എല്ലാ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദിനം തോറും ദൈവത്തോട് അടുത്തു വരണം. ഹല്ലേലൂയ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുനാഥ. യേശു ചെയ്ത വാഗ്ദത്തം കിട്ടിയില്ല, പെട്ടെന്ന് പ്രാപിച്ചെടുക്കണം എന്ന് വിചാരിച്ച് അത്ഭുതം നടന്നില്ലെങ്കിൽ ഒരിക്കലും പോകരുത്. യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഈശോപ്പ, അപ്പ, എനിക്ക് അങ്ങയിൽ നിന്ന് പിരിയാൻ പറ്റത്തില്ല. അങ്ങ് എൻ്റെ കൂടെ നടക്കുന്ന ദൈവം, എൻ്റെ കൂടെ കിടക്കുന്ന ദൈവം, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവം. എനിക്ക് അങ്ങയേക്കാൾ ഉപരി ആരെയും വേണ്ട. കാര്യം, മനുഷ്യരെല്ലാം കുറ്റം വിധിക്കുമ്പോൾ കുറ്റം വിധിക്കാത്തൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെക്കാൾ ഉപരി ആരെയും സ്നേഹിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു കർത്താവ് ചോദിക്കുന്നത്, ഈ വലയും മീൻ ഇതിനെ എല്ലാത്തിനേക്കാൾ ഉപരി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 തവണ ചോദിച്ചായിരുന്നു. കർത്താവേ,
എല്ലാം അങ്ങേക്കറിയാമെന്ന് പറയുന്നല്ലേ. അതുപോലെ നമ്മൾ ഓരോരുത്തരും യേശുവിനെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കണം. വിശുദ്ധിയോടുകൂടി, വിശ്വാസത്തോടെ, കളങ്കമില്ലാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ സ്വഭാവം നിന്റെ അരുമനാഥൻ്റെ സ്വഭാവമായി മാറണം. നിന്റെ പ്രാർത്ഥന, നിന്റെ വിശുദ്ധിയെല്ലാം ഒരു മാറ്റം 2025 എങ്ങനെയാണോ അതിനേക്കാൾ ഒരു പടി കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കാൻ പഠിക്കണം. കർത്താവിൻ്റെ സ്വഭാവമുള്ള മകളായി തീരണം, കർത്താവിൻ്റെ സ്വഭാവമുള്ള മകനായി തീരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടേക്കോ നമ്മൾ തെറ്റിപ്പോയി, എവിടേക്കോ നമുക്ക് കുറവുകളുണ്ട്. ആ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറ, നിരപ്പ് പ്രാപിക്ക്. അപ്പയെ പോലെ എനിക്കാവണം. അപ്പയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ വേറെ ആരും ഇനി സ്നേഹിക്കരുത്. അപ്പയും നീയും തമ്മിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അടുപ്പമുണ്ടാകണം എപ്പോഴും. നിങ്ങൾ സ്ത്രീകളാണോ, സഹോദരിമാരാണോ, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അപ്പയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾ എവിടെ പോകുമ്പോൾ നിങ്ങൾ അപ്പയോട് നിങ്ങൾ സംസാരിക്കുക. ഫോണിനെയൊക്കെ കുറച്ച് മാറ്റി വെച്ച് നമ്മൾ അപ്പായോട് ഒരു സ്നേഹിതനെ പോലെ, അബ്രഹാം ഒരു സ്നേഹിതനെ പോലെ അല്ലേ, ദൈവ സ്നേഹിതനെ പോലെ സംസാരിച്ചു. മോശയോട് സംസാരിച്ചു, ഹല്ലേലൂയ, പ്രവാചകന്മാരോട് സംസാരിച്ചു, അപ്പോസ്തലന്മാരോട് സംസാരിച്ചു. അതേപോലെ ദൈവത്തോട് നീ സംസാരിക്കുക. നീ ദൈവത്തോട് സംസാരിക്കാൻ ഒരു പടി മുൻപിൽ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ദൈവം 7 പടി മുൻപിൽ വരും. നിന്നോട് കൂടെ നിനക്ക് വേണ്ടി 7 പടി മുൻപിൽ നിൽക്കും. ഹല്ലേലൂയ, നിന്റെ ആവശ്യത്തിൻ്റെ മേലെ. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ നടക്ക്, യേശുവിൻ്റെ കൂടെ ഇരിക്ക്, യേശുവിൻ്റെ സ്വഭാവമായി തീര്. നമ്മൾ ആരെയും കുറ്റം വിധിക്കരുത്. നമുക്കതിനുള്ള അർഹതയൊന്നുമില്ല, അതെല്ലാം ദൈവത്തിന് മാത്രമാണുള്ളത്. നമ്മളൊരു നല്ല പൈതലായി 25-ലുള്ളതെല്ലാം കഴിഞ്ഞു പോയി ദൈവമക്കളെ. ഇനി 26 കടന്നു വന്നു. ഇന്ന് വരെ നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഈ 2026 മാനസാന്തരപ്പെട്. നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. എടുത്ത് ചാടാതെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കണ്ണുകളടച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പാ, സ്തോത്രം 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 കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു നാഥാ. 2025 അപ്പോൾ ഡിസംബർ 31 വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിച്ചു നാഥാ. 2026 കർത്താവ് ശ്രേഷ്ഠമായത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്ക് ചെയ്ത വാഗ്ദത്തങ്ങൾ കിട്ടാത്ത എത്രയോ ദൈവജനങ്ങളുണ്ടപ്പാ. അതെല്ലാം 2026 അതിനേക്കാളും ഏറ്റവും നന്നായി, ശ്രേഷ്ഠമായി, മാന്യമായി കർത്താവ് നടത്തുമെന്ന് വിശ്വസിക്കുന്നപ്പാ. ഓരോ മക്കളെയും കർത്താവേ അവിടുത്തെ ചിറകിൻ കീഴിൽ മറച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം. ഈ വചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പാ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദിയപ്പാ, സ്തോത്രം.